ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ശ്രീദേവി മഹാത്മ്യം കിളിപ്പാട്ട്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ഗൗരീ നാരായണി നമോസ്തുതേ. മാധർമ്മേ മധുകൈഢഭഗ്നീ महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवधे हे चण्डमुण्डार्तिनि निःशेषीकृतरक्तबीजतनुजे नित्ये निसुम्भापहे शुम्भध्वंसिनी संहारासु दुरितं दुर्गे नमस्ते अम्बिके दुर्गे नमस्ते अम्बिके दुर्गे नमस्ते अम्बिके. 10-ാം അധ്യായം. തമ്പീന് സുംബൻ മരിച്ചതും തന്നുടെ വൻപടയൊക്കെ മുടിഞ്ഞതും കണ്ടപ്പോൾ സുംബനും കോപിച്ചു ചൊല്ലിനാൻ, എന്തൊരു വൻപൂ നിനക്കിതോ കൊണ്ടു ലഭിച്ചിതോ? മറ്റു കണ്ടോരുടെ ശക്തി കൊണ്ടല്ലയോ മുറ്റുമെന്നോട് ഗർവിക്കുന്നതോ ഷഠേ എന്നതോ കേട്ടരുൾ ചെയ്തിരു ദേവിയും, എന്നുടെ ശക്തി നീ എന്തറിഞ്ഞു ഖല? ഞാനൊഴിഞ്ഞാരുള്ളത് ഇത്രിലോകത്തിങ്കൽ ഊനമൊഴിഞ്ഞില്ല രണ്ടാമതാരുമേ. എങ്കിലോ കണ്ടുകൊണ്ടാലും ഇപ്പോൾ ഭവാൻ എങ്കൽ പ്രവേശിക്കുമെൻ്റെ വിഭൂതികൾ. ബ്രഹ്മാണിയാദിയാം ദേവിമാരന്നേരം അമ്പതൻ വക്ഷോജ മധ്യേ ലയിച്ചിതോ. കേവലയാകിയ ദേവിയും അന്നേരം ദേവകുലാരി തന്നോടരുളി ചെയ്തു, ഇപ്പോൾ ഒരുത്തി ഞാനേയുള്ളൂ, നോക്കു നീ കെൽപ്പോടു പോരിനു നില്ലുനില്ലാകിലോ എന്നരുൾ ചെയ്തോരു ദേവിയോടന്നേരം നന്നായി അണിഞ്ഞു പോർ ചെയ്തിരോ സുംഭനും. ദേവാസുരാദികൾ കാണവേ തങ്ങളിൽ ആവോളവും ബാണവർഷം തുടങ്ങിനാർ. സുംബൻ പ്രയോഗിച്ച ബാണങ്ങളൊക്കെയും അംബിക ബാണങ്ങൾ കൊണ്ടു മുറിക്കയും, അംബിക താൻ പ്രയോഗിക്കുന്ന ബാണങ്ങൾ സുംബനും അവണ്ണവേ മുറിച്ചിടിനാൻ. ദാരുണമായി സർവലോക ഭയങ്കരം ഘോരമായി നിന്നു പൊരുതാർ പരസ്പരം. ദിവ്യാസ്ത്ര സഞ്ചയമന്യോനമോരോന്നും ദിവ്യാസ്ത്ര സഞ്ചയം കൊണ്ടു തടുക്കയും, ആയോധനം തമ്മിലൊപ്പമായി ചെയ്തായിരം ദിവ്യവത്സരം ചെന്നിതോ. ദിവ്യവിമാനങ്ങൾ തോറും മരുവിന ദിവ്യമുനികളും ദേവകളുമെല്ലാം തങ്ങളിൽ യുദ്ധം പറയുന്നു. സങ്കരമിങ്ങനെ പണ്ടു കണ്ടിട്ടില്ല, മേലീവണ്ണം ഉണ്ടാകയുമില്ലിനി പൂർവദേവന്മാരിതെന്തൊരു വിസ്മയം. ഏവമന്യോന്യം പറഞ്ഞു നിൽക്കുന്നേരം ദേവിയെ ബാണങ്ങൾ കൊണ്ടു മൂടിയിടിനാൻ. ചാപം മുറിച്ചു ശരങ്ങളാൽ ദേവിയും കോപേന ശക്തി എടുത്താനസുരനും. ചക്രേണ ശക്തിയെ ഛേദിച്ചിതമ്പയും ഖഡ്ഗവും ചർമ്മവും കൈക്കൊണ്ടതു നേരം. ചണ്ഡികയോടങ്ങടുത്തിതു മുമ്പിനാൽ ഖണ്ഡിച്ചിതു ദേവി ഖഡ്ഗചർമ്മങ്ങളും. തേരും അശ്വങ്ങളും സൂതനും ചാപവും വേറായ നേരത്തു കോപിച്ചു സുംഭനും. മുൽഗരം കൈക്കൊണ്ടടുത്താനതുമമ്പ ദക്ഷിണേ ഛേദിച്ചിതാശു ശരങ്ങളാൽ. ദൈത്യാധിപൻ നിജ മുഷ്ടി കൊണ്ടന്നേരം കാത്യായിനി ഹൃദയത്തിൽ പ്രയോഗിച്ചാൻ. സുംഭനെ ദേവി ശൂലേന വക്ഷസ്ഥലേ വൻപോടു കാടിച്ചിതേറ്റവനും വീണാൻ. ക്ഷിപ്രമുദ്ധായ ദൈത്യേന്ദ്രനും ദേവിയെ കെൽപ്പോടെടുത്തുയർത്തിടനാൻ അമ്പരേ. സുംഭനും ദേവിയും അന്തരീക്ഷേ നിന്നു വൻപോടു ചെയ്തിതു യുദ്ധം ചിരകാലം. ആകുലമെന്നിയെ സുംഭനെ കൈക്കൊണ്ടു വേഗാൽ ചുഴറ്റി എറിഞ്ഞാൾ ധരാതലേ. പെട്ടെന്നെഴുന്നേറ്റു കോപിച്ചു സുംഭനും മുഷ്ടിയോ മോങ്ങി എടുത്താനതു നേരം. സത്വരം ശൂലേന വക്ഷസി ഭേദിച്ചു പൃഥ്വിയിലാശു പതിപ്പിച്ചിതമ്പയും. അദ്രിദ്വീപാബ്ധികളോടും ജ്വലിച്ചിതു പൃഥ്വിയിൽ സുംഭൻ പതിച്ചതു കാരണം. ജീവിതം വേർപെട്ടു സുംഭൻ ഭരിക്കയാൽ ദേവകളും പ്രസാദിച്ചു മുനികളും.
ദിക്കുകളൊക്കെ പ്രസന്നമായി വന്നിതു. പുഷ്കരമാർഗേ തെളിഞ്ഞിതാദിത്യനും. പാടിത്തുടങ്ങിനാർ ഗന്ധർവസംഘവും ആടിത്തുടങ്ങിനാർ അപ്സരസ്ത്രീകളും. ലോകത്രയത്തിങ്കലുള്ളവരൊക്കവേ ശോകമകന്നു തെളിഞ്ഞു വിളങ്ങിനാർ. 10 കഴിഞ്ഞിതധ്യായവും ഇങ്ങനെ ഭക്തിയോടെ കേട്ടുകൊള്ളുവിനിയും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ഗൗരീ നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവിയേ നമോ നമഃ.